ഹലോ എവ്രി വൺ, എല്ലാവർക്കും ഈസോ പി എസ് സിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നമ്മുടെ 9ാം ക്ലാസ്സിലെ ജോഗ്രഫിയിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള വിശാല സമതല ഭൂമി എന്ന് പറയുന്ന ആ ഒരു പാഠഭാഗമാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇത് നമ്മുടെ ഉത്തര മഹാസമതലത്തെക്കുറിച്ചാണ് മെയിനായിട്ട് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന PSC പരീക്ഷകളിൽ ഉത്തര മഹാസമതലത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ അത് ഈ ഒരു ചാപ്റ്ററിനെ തന്നെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും. അതുകൊണ്ട് നമുക്കിത് നല്ല ഡീപ്പായിട്ട് പഠിച്ചു പോകാം. മാനമുട്ടെ ഉയർന്നു നിൽക്കുന്ന പർവ്വതങ്ങൾ, അതിവിശാലമായ സമതല ഭൂമികൾ, പീഠഭൂമികൾ, ചുട്ടുപൊള്ളുന്ന മണലാരണ്യങ്ങൾ, താഴ്വരകൾ മുതലായ വൈവിധ്യങ്ങളായ ഭൂരൂപങ്ങൾ ഭൗമോപരിതലത്തിൽ കാണപ്പെടുന്നു. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് രൂപം കൊണ്ടവയാണിവ. നമ്മുടെ രാജ്യത്തിൻ്റെ ഭൂപ്രകൃതി വിഭാഗങ്ങളിലൊന്നായ ഉത്തര പർവ്വത മേഖലയെക്കുറിച്ച് നിങ്ങൾ കഴിഞ്ഞ അധ്യായത്തിൽ വിശദമായി മനസ്സിലാക്കിയല്ലോ. നമ്മൾ ആ ഒരു ചാപ്റ്റർ എടുത്തിട്ടില്ല, അത് എത്രയും പെട്ടെന്ന് എടുക്കുന്നതായിരിക്കും കേട്ടോ. ഇനി ഭൂപടം 2.1 നിരീക്ഷിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഉത്തരപർവ്വത മേഖലയുടെ തെക്ക് ഭാഗത്തായും ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്കായും, എങ്ങനെയൊക്കെയാണ് പറഞ്ഞത്, ഉത്തരപർവ്വത മേഖലയുടെ തെക്ക് ഭാഗത്തായും അതുപോലെ നമ്മുടെ ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്കായും സ്ഥിതി ചെയ്യുന്ന സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം. ഈ ഒരു സമതലത്തെക്കുറിച്ചാണ് ഈ ഒരു ചാപ്റ്ററിൽ തന്നെ പറയുന്നത്. ഈ യെല്ലോ കളറിൽ മാർക്ക് ചെയ്തത് കേട്ടോ നമ്മുടെ സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം. ആ ഒരു ഭൂപ്രകൃതി വിഭാഗത്തെ കാണുന്നില്ലേ എന്നാണ് ചോദിച്ചത്. അപ്പോൾ നമ്മൾ കണ്ടുല്ലേ ഈ ഒരു ഭൂപ്രകൃതി വിഭാഗം. അതിവിശാലമായ ഒരു എക്കൽ സമതലമാണിത്. സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം എന്ന് ഇത് അറിയപ്പെടുന്നു. എങ്ങനെയാണ് ഈ സമതലം എക്കൽ സമതലമായതെന്നൊക്കെ നമുക്ക് നോക്കാം. ഉത്തരേന്ത്യൻ സമതലങ്ങൾ എന്നും അറിയപ്പെടുന്ന ഈ ഒരു ഭൂപ്രകൃതി വിഭാഗം രൂപപ്പെട്ടത് എങ്ങനെയെന്ന് നോക്കാം. ഒഴുകുന്ന വെള്ളം, കാറ്റ്, ഹിമാനികൾ, തിരമാല തുടങ്ങിയ ഭൗമോപരിതലത്തിൽ പ്രവർത്തിക്കുന്ന ബാഹ്യശക്തികളുടെ നിരന്തരമായ പ്രവർത്തന ഫലമായി ഭൗമോപരിതലത്തിൽ വൈവിധ്യമാർന്ന ഭൂരൂപങ്ങൾ ഉണ്ടാകുന്നു. ആയതിനാൽ ഇവയെ ഭൂരൂപീകരണ സഹായികളെന്നും, അപ്പോൾ ഭൂരൂപീകരണ സഹായികൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞിരിക്കുന്നത്, ഒഴുകുന്ന വെള്ളം, കാറ്റ്, ഹിമാനികൾ, തിരമാല, അതൊക്കെ എന്താണ്, ഭൂരൂപീകരണ സഹായികളാണ്. ഇത് പ്രകാരം ഉണ്ടാകുന്ന ഭൂരൂപങ്ങളെ എന്തും പറയുന്നു, ആ ഒരു പ്രക്രിയയെ ഭൂരൂപീകരണ പ്രക്രിയ എന്നും പറയുന്നു. ഭൗതികവും രാസികവും ജൈവികവുമായ പ്രക്രിയകളിലൂടെ ശിലകൾ പൊടിഞ്ഞുണ്ടാകുന്ന ശിലാവസ്തുക്കളെ ഈ ബാഹ്യശക്തികൾ, ഏതൊക്കെ ബാഹ്യശക്തികൾ, ഒഴുകുന്ന വെള്ളം, കാറ്റ്, ഹിമാനികൾ, ഇവയൊക്കെ അവ എന്താക്കും, ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് നീക്കി കൊണ്ടുപോകുകയും താഴ്ന്ന പ്രദേശങ്ങളിൽ നിക്ഷേപിക്കുകയും ചെയ്യുന്നു. നമുക്കിപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് നമ്മുടെ നദികളെ എക്സാമ്പിളായിട്ട് എടുക്കാം. ഈ ഉത്തര പർവ്വത മേഖലയിൽ നിന്നൊക്കെ നദികൾ ഉത്ഭവിക്കുന്നുണ്ട്. ഏതൊക്കെ, സിന്ധു ഗംഗ ബ്രഹ്മപുത്ര നദികൾ ഉത്ഭവിക്കുന്നുണ്ട്. ഈ നദികൾ എന്താ ചെയ്യുന്നത്, ശരിക്കും ഈ ഒഴുകുന്നതിനോട് കൂടെ തന്നെ ഓരോ പാറകളിലും അതുപോലെ ഓരോ ഭാഗങ്ങളിലൊക്കെ തട്ടി തട്ടി അവിടെ അപക്ഷയം ഉണ്ടാക്കും. ഈ പറയുന്ന കല്ലിനും പാറകൾക്കൊക്കെ അപക്ഷയം ഉണ്ടാക്കും. അതിൻ്റെ ഫലമായിട്ട് രൂപം കൊള്ളുന്ന മണ്ണിനെയൊക്കെ ഇവ വഹിച്ചുകൊണ്ട് വന്നിട്ട് ഏറ്റവും താഴെ ഘട്ടത്തിൽ, അതിൻ്റെ കീഴ്ഘട്ടത്തിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ കൊണ്ടുപോയിട്ട് നിക്ഷേപിക്കും. അതാണ് ഈ ഒരു ഭാഗത്ത് പറഞ്ഞേക്കുന്നത്. നമ്മൾ ജസ്റ്റ് ഇപ്പോൾ എക്സാമ്പിളായിട്ട് നദീനെ എടുത്തുന്നേ ഉള്ളൂ. എന്താണ് പറഞ്ഞത്, ഭൗതികവും രാസികവും ജൈവികവുമായ പ്രക്രിയകളുടെ ശിലകൾ പൊടിഞ്ഞുണ്ടാകുന്ന ശിലാവസ്തുക്കളെ ഈ ബാഹ്യശക്തികൾ ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് നീക്കിക്കൊണ്ടുപോകുകയും താഴ്ന്ന പ്രദേശങ്ങളിൽ നിക്ഷേപിക്കുകയും ചെയ്യുന്നു. ഈ പ്രക്രിയയാണ് എന്ത് പറയുന്നത്, നിക്ഷേപണം എന്ന് പറയുന്നത്. അതായത് ഇവ വഹിച്ചു കൊണ്ടുവരുന്ന ഓരോ അവസാദങ്ങൾ കൊണ്ടുപോയിട്ട് നിക്ഷേപിക്കുകയാണ്. താഴ്ന്ന സമതലങ്ങളിൽ കൊണ്ടുപോയിട്ട് നിക്ഷേപിക്കുക, പ്രദേശങ്ങളിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുക, അതിനെയാണ് നിക്ഷേപണം എന്ന് വിളിക്കുന്നത്. ഉയർന്ന പ്രദേശത്തുള്ള ഇളകിയ ശിലാപദാർത്ഥങ്ങൾ മഴവെള്ളം മറ്റൊരു പ്രദേശത്തേക്ക് നീക്കിക്കൊണ്ടുപോയി നിക്ഷേപിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയില്ലേ. അതാണ് ഈ ഒരു പിക്ചറിൽ കൊടുത്തേക്കുന്നത്. മഴത്തുള്ളികൾ വന്നിട്ട് ഒരു പ്രദേശത്ത് വന്ന് വീഴുന്നു. അവിടുത്തെ മണ്ണുകളെയൊക്കെ അത് ഇങ്ങനെ വഹിച്ചു കൊണ്ടുപോയിട്ട് താഴ്ന്ന പ്രദേശങ്ങളിൽ കൊണ്ടുപോയിട്ട് നിക്ഷേപിക്കുന്നു. ഉയർന്ന പ്രദേശങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നീർച്ചാലുകൾ ചെറുചാലുകളായി ഒഴുകിച്ചേർന്ന് അരുവികളാവുകയും പല അരുവികൾ ചേർന്ന് നദികളായി വികാസം പ്രാപിക്കുകയും ചെയ്യുന്നു. ഉയർന്ന പ്രദേശങ്ങളിൽ നിന്നും ഉത്ഭവിച്ചൊഴുകുന്ന നദികൾ വഹിച്ചുകൊണ്ടുവരുന്ന അവസാദങ്ങൾ താഴ്ന്ന പ്രദേശങ്ങളിൽ നിക്ഷേപിച്ച് കാലക്രമേണ അതിവിശാലമായ എക്കൽ സമതലങ്ങൾ ഉൾപ്പെടെയുള്ള നിക്ഷേപണ ഭൂരൂപങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. ഇനി എന്താണ് എക്കൽ എന്ന് നോക്കാം. നദികൾ ഒഴുക്കിക്കൊണ്ടുവരുന്ന ചളി, മണൽ, ചരൽ എന്നിവ ഉൾപ്പെടെയുള്ള ശിലാവശിഷ്ടങ്ങളെയാണ് എക്കൽ എന്ന് പറയുന്നത്. അപ്പോൾ നദികൾ കൊണ്ടുവരുന്ന ആ ഒരു ശിലാവശിഷ്ടങ്ങൾ, അതിനെയാണ് എന്ത് പറയുക, നമ്മൾ എക്കൽ എന്ന് പറയുന്നത്.
നമ്മൾ ഈ നദിക്ക് 3 ഘട്ടങ്ങളാണ് മെയിനായിട്ടുള്ളത്. അതാണ് ഉപരിഘട്ടം, മധ്യഘട്ടം, കീഴ്ഘട്ടം. ഉത്ഭവിക്കുന്ന ആ ഒരു പ്രദേശത്തെ എന്ത് പറയും? ഉത്ഭവസ്ഥാനം എന്ന് പറയും. നദികൾ ചെന്നെത്തുന്ന ആ ഒരു പതിക്കുന്ന സ്ഥലത്തെ നദീമുഖം എന്നും പറയുന്നു. അതാണ് ഈ ഒരു ബോക്സിൻ്റെ അകത്ത് കൊടുത്തേക്കുന്നത്. നമുക്ക് വായിച്ചു നോക്കാം. നദികൾ ഉത്ഭവിക്കുന്ന പ്രദേശത്തെ പ്രഭവസ്ഥാനമെന്നും, പ്രഭവസ്ഥാനം തന്നെയാണ് കേട്ടോ ഉത്ഭവസ്ഥാനം. അവ കടലിലോ മറ്റെന്തെങ്കിലും ജലാശയത്തിലോ പതിക്കുന്ന ഇടത്തെ നദീമുഖമെന്നും വിളിക്കുന്നു. ഇത്തരത്തിൽ ഹിമാലയത്തിൽ നിന്നും ഉപദ്വീപീയ ഇന്ത്യയിൽ നിന്നും ഉത്ഭവിച്ചൊഴുകുന്ന നദികൾ വഹിച്ചുകൊണ്ടുവരുന്ന അവസാദങ്ങൾ നിക്ഷേപിക്കപ്പെട്ടാണ് ഫലഭൂഷ്ടമായ സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം രൂപപ്പെട്ടത്. ഹിമാലയ രൂപീകരണത്തിൻ്റെ ഫലമായി ഹിമാലയത്തിൻ്റെ തെക്കായി രൂപപ്പെട്ട അതിവിശാലമായ തടത്തിലാണ് ഇവ നിക്ഷേപിക്കപ്പെട്ടത്. ദശലക്ഷക്കണക്കിന് വർഷങ്ങളോളം നടന്ന നിക്ഷേപണ പ്രക്രിയയുടെ ഫലമായാണ് ഈ സമതലം രൂപം കൊണ്ടത്, നമ്മുടെ സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം. ഇവിടുത്തെ എക്കൽ നിക്ഷേപത്തിൻ്റെ കനം അതൊന്ന് നോക്കി വെക്കണേ. എത്രയാണ്? 1000 മീറ്റർ മുതൽ 2000 മീറ്റർ വരെയാണ്. എക്കൽ നിക്ഷേപത്തിൻ്റെ കനം 1000 മീറ്റർ മുതൽ 2000 മീറ്റർ വരെയാണ്. സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലത്തിൻ്റെ രൂപീകരണത്തെ സൂചിപ്പിക്കുന്ന രേഖാചിത്രം 2-3 നിരീക്ഷിക്കും. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഹിമാദ്രിയുടെ ഒരു ഭാഗമാണ്. അവിടെ നിന്നൊക്കെ ഉത്ഭവിച്ചൊഴുകുന്ന നദികൾ എന്താക്കും? ഈ പറയുന്ന അവസാദങ്ങൾ കൊണ്ടുവരും. എന്നിട്ട് താഴ്ന്ന പ്രദേശങ്ങളിൽ കൊണ്ടുപോയി നിക്ഷേപിക്കും. ഇതാണ് ആ കിടക്കുന്ന താഴ്ന്ന പ്രദേശം. ഇതാണ് പിന്നെ എന്തായി മാറിയത്? സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം എന്ന് അറിയപ്പെടാൻ തുടങ്ങിയത്. ഇനി ഇവിടെ ഹിമാലയം എങ്ങനെയാണ് രൂപപ്പെട്ടതെന്ന് കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെ ഫലകങ്ങളാണ്? യുറേഷ്യൻ ഫലകവും ഇന്ത്യൻ ഫലകവും കൂട്ടിയിടിച്ചതിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ ഇന്ന് കാണുന്ന ഹിമാലയ പർവ്വതം രൂപം കൊണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതെന്താണ്? ഒരു മടക്ക് പർവ്വതമാണ്. അതും എന്താണ്? ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പർവ്വതമാണല്ലേ നമ്മുടെ ഹിമാലയ പർവ്വതം. അതുകൊണ്ട് തന്നെ ഏറ്റവും ഏജ് കുറഞ്ഞിട്ടുള്ള ഒരു പർവ്വതം കൂടെയാണ് ഹിമാലയ പർവ്വതം. മടക്ക് പർവ്വതമാണ്. ഇനി ഏജ് കൂടിയ മടക്ക് പർവ്വതം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ആരവല്ലിയാണ്. ഹിമാലയത്തിൽ നിന്നും ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്നും ഉത്ഭവിച്ചൊഴുകുന്ന നദികളെ യഥാക്രമം ഹിമാലയൻ നദികളെന്നും ഉപദ്വീപീയ നദികളെന്നും വിളിക്കുന്നു. സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലത്തിലൂടെ ഒഴുകുന്ന നദികളെ അവയുടെ ഉത്ഭവസ്ഥാനത്തിനെ അടിസ്ഥാനമാക്കി ഹിമാലയൻ നദികളെന്നും ഉപദ്വീപീയ നദികളെന്നും പട്ടികപ്പെടുത്തു. ഇതിനായി ചിത്രം 2.1, 2.4 പ്രയോജനപ്പെടുത്തുമല്ലോ. അപ്പോൾ 2.1 ഏതാ? എന്തായാലും ജസ്റ്റ് ഞാൻ പറയാം കേട്ടോ ഏതൊക്കെയാണ് ഹിമാലയൻ നദികൾ എന്ന് പറഞ്ഞുതരാം. ഹിമാലയൻ നദികളാണ് നമ്മുടെ സിന്ധു, അതുപോലെ തന്നെ ഗംഗ, ബ്രഹ്മപുത്ര. ഇവയാണ് നമ്മുടെ ഹിമാലയൻ നദികൾ. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നതുകൊണ്ടാണ് ഇവയെ ഹിമാലയൻ നദികൾ എന്ന് പറയുന്നത്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. ഇനി ഏതൊക്കെയാണ് ഉപദ്വീപീയ നദികൾ? ഇവിടെ എഴുതട്ടെ. ഗോദാവരി, അതുപോലെ കൃഷ്ണ, കാവേരി, നർമ്മദ, താപ്തി. ഏതൊക്കെയാണ്? ഗോദാവരി, കൃഷ്ണ, കാവേരി, നർമ്മദ, താപ്തി. ഇവയാണ് ഉപദ്വീപീയ നദികളും. സിന്ധു നദീമുഖം മുതൽ ഗംഗാ നദീമുഖം വരെ ഏകദേശം 3200 കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ സമതലം. അപ്പോൾ എത്രയാണ് നമ്മുടെ സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലത്തിൻ്റെ നീളം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 3200 കിലോമീറ്റർ. 3200 കിലോമീറ്റർ. കനം എത്രയായിരുന്നു എന്നാണ് പറഞ്ഞേക്കുന്നത്? 1000 മുതൽ 2000 വരെയാണ് കനം. 3200 കിലോമീറ്റർ ആണ് അതിൻ്റെ നീളവും. ഇനി ഇത് എന്താണെന്നാണ് പറഞ്ഞേക്കുന്നത്? ഈ സമതലമാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എക്കൽ പ്രദേശം. നമ്മുടെ സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലമാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എക്കൽ പ്രദേശം. ഏകദേശം 2400 കിലോമീറ്റർ നീളത്തിൽ ഈ സമതലം ഇന്ത്യയിലും വ്യാപിച്ചു കിടക്കുന്നു. അപ്പോൾ ഇന്ത്യയിലുള്ളത് 2400, മൊത്തം എത്ര ഉണ്ട്? 3200 കിലോമീറ്റർ. അപ്പോൾ ഒന്നുകൂടെ പറയാം, കനം എന്ന് പറയുന്നത് 1000 മുതൽ 2000 മീറ്റർ വരെ കനമുണ്ട്. 2000 മീറ്റർ വരെ കനമുണ്ട്. നീളം എന്ന് പറയുന്നത് മൊത്തം നീളം 3200 കിലോമീറ്റർ.
പക്ഷെ അത് ഇന്ത്യയിൽ എത്രയുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വെറും വെറും എന്നൊന്നും പറയാൻ പറ്റില്ല, 2400 വലിയൊരു സംഖ്യ തന്നെയാണ് അല്ലേ, 2400 കിലോമീറ്റർ. ഇതിൻ്റെ ശരാശരി വീതി എന്ന് പറയുന്നത് 150 കിലോമീറ്റർ മുതൽ 300 കിലോമീറ്റർ. വീതി 150 കിലോമീറ്റർ മുതൽ 300 കിലോമീറ്റർ. ഇതൊക്കെ ഒന്ന് ഓർത്തിരിക്കണേ, കാരണം സ്റ്റേറ്റ്മെൻറ്റ് വരുമ്പോൾ നമുക്ക് മാറിപ്പോകാൻ പാടില്ല. 1000 മുതൽ 2000 മീറ്റർ കനമുണ്ട്, 3200 കിലോമീറ്റർ നീളമുണ്ട്. ഇന്ത്യയിൽ അത് 2400 ഉണ്ട്. ഇനി വീതി ചോദിക്കുകയാണെങ്കിൽ 150 മുതൽ 300 കിലോമീറ്റർ വരെ. ഈ സമതലത്തിൻ്റെ അതിരുകൾ വടക്ക് സിവാലിക് പർവ്വതനിരകളും, സിവാലിക് പർവ്വതം എന്ന് പറയുമ്പോൾ നമ്മുടെ പർവ്വത മേഖലയുടെ ഭാഗം, തെക്ക് ഉപദ്വീപീയ പീഠഭൂമിയുടെ ക്രമരഹിതമായ വടക്കൻ അരികുകളാണ്. ഈ സമതലത്തിൻ്റെ വിസ്തീർണം ഏകദേശം 7 ലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ്. വളക്കൂറുള്ള മണ്ണ്, മതിയായ ജലലഭ്യത, അനുകൂല കാലാവസ്ഥ, പരന്ന ഭൂപ്രകൃതി എന്നീ സവിശേഷതകളാൽ ഈ പ്രദേശം കൃഷിക്ക് ഏറെ അനുയോജ്യമായ മേഖലയായി തീർന്നിരിക്കുന്നു. ഭൂമിശാസ്ത്രപരമായി ഒരൊറ്റ ഭൂപ്രകൃതി വിഭാഗമായി ഇതിനെ പരിഗണിക്കാമെങ്കിലും നദീവ്യവസ്ഥ, നദികളുടെ ഒഴുക്കിൻ്റെ ദിശ, ഭൂപ്രകൃതിയുടെ സവിശേഷത എന്നിവയെ അടിസ്ഥാനമാക്കി അതിവിസ്തൃതമായി ഈ സമതലത്തെ 4 പ്രാദേശിക വിഭാഗങ്ങളായി തരംതിരിക്കാം. അപ്പോൾ എന്താണ്, ഒറ്റ ഇതാണെന്ന് പറയുമെങ്കിൽ കൂടെ നദികളുടെ അതിൻ്റെ നദീവ്യവസ്ഥയെ ഒക്കെ അടിസ്ഥാനമാക്കി ഇതിനെ എത്രയായിട്ട് തരംതിരിച്ചിരിക്കുന്ന പറഞ്ഞാൽ 4 തരംതിരിച്ചിരിക്കുന്നത്. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഇതാ ഇവിടെ കൊടുത്തേപ്പോലെ രാജസ്ഥാൻ സമതലം, പിന്നെ എന്തുണ്ട്, ബ്രഹ്മപുത്ര സമതലം ഉണ്ട്, അതുപോലെ ഗംഗാ സമതലം ഉണ്ട്, വേറെ ഏതുണ്ട് ചോദിച്ചിട്ടുണ്ട്, പഞ്ചാബ് ഹരിയാന സമതലമുണ്ട്. പഞ്ചാബ് ഹരിയാന സമതലം ഏതൊക്കെയാണ്, രാജസ്ഥാൻ സമതലം, ബ്രഹ്മപുത്ര സമതലം, ഗംഗാ സമതലം, പഞ്ചാബ് ഹരിയാന സമതലം. അത് നമുക്ക് ഈ ഒരു മാപ്പ് വെച്ചിട്ട് തന്നെ നോക്കാം. ആദ്യം പറഞ്ഞേക്കുന്ന രാജസ്ഥാൻ സമതലം ഇതാ ഇവിടെയായിട്ട് വരുന്നു രാജസ്ഥാൻ സമതലം. പിന്നെ ഏതാണ് പറഞ്ഞേക്കുന്നത്, നമ്മൾ ഗംഗാ സമതലം. ഗംഗാ സമതലം എവിടെയാണ്, ഈ ഒരു യെല്ലോ പോർഷനിൽ കൊടുത്തിട്ടാണ് ഗംഗാ സമതലം. ഇനി ഏതുണ്ട് നമുക്ക്, പഞ്ചാബ് ഹരിയാന സമതലം ഉണ്ട്, അതിതാ ഇവിടെ പഞ്ചാബ് ഹരിയാന സമതലം. പിന്നെ നമുക്ക് ബ്രഹ്മപുത്ര സമതലം ഉണ്ട്. അങ്ങനെ 4 വിഭാഗമായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഇനി ഓരോ സമതലത്തിനെ പറ്റിയും പഠിക്കാനുണ്ട് കേട്ടോ. ആദ്യം രാജസ്ഥാൻ സമതലം. താർ മരുഭൂമി ഉൾപ്പെടുന്ന രാജസ്ഥാൻ സമതലം ഉത്തരേന്ത്യൻ സമതലത്തിൻ്റെ പടിഞ്ഞാറേ അറ്റമാണ്. അപ്പോൾ ഉത്തരേന്ത്യൻ സമതലത്തിൻ്റെ പടിഞ്ഞാറേ അറ്റം ഏതാണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ രാജസ്ഥാൻ സമതലമാണ് പടിഞ്ഞാറേ അറ്റം. താർ മരുഭൂമിയുടെ 2/3 ഭാഗവും രാജസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. ബാക്കി ഭാഗം ഹരിയാന, പഞ്ചാബ്, ഗുജറാത്ത് എന്നീ അയൽ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്നു. ഏറ്റവും കൂടുതൽ രാജസ്ഥാനിലാണ് വ്യാപിച്ചു കിടക്കുന്നത്. ബാക്കി പിന്നെ ഹരിയാനയിലും പഞ്ചാബിലും ഗുജറാത്തിലും ഒക്കെ ഉണ്ട്. യഥാർത്ഥ മരുഭൂമി മേഖല അഥവാ മരുസ്ഥലി എന്നും അർദ്ധ മരുഭൂമി മേഖല, അർദ്ധ വരണ്ട സമതലം അഥവാ രാജസ്ഥാൻ ബാഗർ എന്നും താർ മരുഭൂമിയെ 2ആയി വിഭജിക്കാം. അപ്പോൾ താർ മരുഭൂമിയെ തന്നെ നമുക്ക് 2ആയിട്ട് വിഭജിക്കാം. എങ്ങനെയൊക്കെ, മരുസ്ഥലി എന്നും അതുപോലെ തന്നെ രാജസ്ഥാൻ ബാഗർ എന്നും. എനിക്ക് ശരിക്കും ഇതിൽ എഴുതാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഒന്ന് മരുസ്ഥലി എന്നും രണ്ടാമത്തേത് രാജസ്ഥാൻ ബാഗർ എന്നുമാണ് തരംതിരിച്ചിരിക്കുന്നത്. ഇതിൽ മരുസ്ഥലി എന്താണ്, യഥാർത്ഥ മരുഭൂമിയാണ്. എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എന്താ വളരെ കുറവ് മഴ ലഭിക്കുന്ന അത്രയും യഥാർത്ഥ മരുഭൂമി ആണ് മരുസ്ഥലി എന്ന് പറയുന്നത്. രാജസ്ഥാൻ ബാഗർ എന്ന് പറയുമ്പോൾ അർദ്ധ മരുഭൂമിയാണ് രാജസ്ഥാൻ ബാഗർ. ഇങ്ങനെ 2ആയിട്ട് തരംതിരിച്ചിരിക്കുന്നു. താർ മരുഭൂമിയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ തുടർന്നുള്ള ഭാഗങ്ങളിൽ പ്രതിപാദിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ആരവല്ലി പർവ്വതനിരയുടെ പടിഞ്ഞാറാണ് രാജസ്ഥാൻ സമതലം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ആരവല്ലി നോക്കുകയാണെങ്കിൽ ആരവല്ലി ഏകദേശം ഈ ഭാഗത്തൊക്കെ ആയിട്ട് വരും. അതിൻ്റെ പടിഞ്ഞാറ് ഭാഗത്താണ് നമ്മുടെ ഈ കാണുന്ന താർ മരുപ്രദേശം കിടക്കുന്നത്. കാലികമായി മാത്രം നീരൊഴുക്കുള്ള ലൂണി ഈ സമതലത്തിൻ്റെ പ്രധാന നദിയാണ്. അപ്പം നമുക്കറിയാലോ ലൂണി രാജസ്ഥാനിലാണെന്നറിയാം. ഈ രാജസ്ഥാനിൽ കിടക്കുന്ന ലൂണി നദി തന്നെയാണ് താർ സമതലത്തിലെ പ്രധാന നദിയും.
രാജസ്ഥാനിൽ നിരവധി ഉപ്പ് തടാകങ്ങളുണ്ട്. സംബാർ, ദിദ്വാന, സർഗോൾ എന്നിവ രാജസ്ഥാൻ സമതലത്തിലെ പ്രധാന ഉപ്പ് തടാകങ്ങളാണ്. ഏതൊക്കെയാണ്? സംബാറുണ്ട്, ദിദ്വാന. സംബാർ നമ്മൾ ഓൾറെഡി കേട്ടിട്ടുണ്ടാവും അല്ലേ? അതിൻ്റെ കൂടെ എന്ത് പഠിക്കുക? ദിദ്വാനയുണ്ട്, സർഗോളും. ഇതെല്ലാം ഒരു 2-3 പ്രാവശ്യം നമ്മളൊന്ന് ജസ്റ്റ് ഫെമിലർ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ഒരു പേര് മറന്നു പോകത്തില്ല. സംബാർ, ദിദ്വാന, സർഗോൾ. ഇനി അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് പഞ്ചാബ് ഹരിയാന സമതലം. ആദ്യത്തെ നമ്മൾ എന്ത് കഴിഞ്ഞു? രാജസ്ഥാൻ സമതലം കഴിഞ്ഞു. രണ്ടാമത്തെ പഞ്ചാബ് ഹരിയാന സമതലം. രാജസ്ഥാൻ സമതലത്തിൻ്റെ പ്രധാന സവിശേഷതകളെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. രാജസ്ഥാൻ സമതലത്തിൽ നിന്നും കിഴക്കോട്ടും വടക്ക് കിഴക്കോട്ടും സഞ്ചരിച്ചാൽ ഉത്തരേന്ത്യൻ സമതലം കാലക്രമേണ ഫലഭൂഷ്ടമായ ഒരു സമതലമായി മാറുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. രാജസ്ഥാൻ സമതലത്തിൻ്റെ കിഴക്കും വടക്ക് കിഴക്കുമായി ആണ് വ്യാപിച്ചിരിക്കുന്ന സമതലമാണ് പഞ്ചാബ് ഹരിയാന സമതലം. നമ്മൾ നേരത്തെ ഒരു പിങ്ക് കളറിൽ കണ്ട സമതലം, ഈ ഒരു ഭാഗത്ത് കണ്ട സമതലമാണ് പഞ്ചാബ് ഹരിയാന സമതലം. അതിൻ്റെ സ്ഥാനമാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത്. എവിടെയാണ്? രാജസ്ഥാൻ സമതലത്തിന് കിഴക്കും വടക്ക് കിഴക്കോട്ടും സഞ്ചരിച്ചാൽ കാണുന്ന സമതലം. യമുന നദീതീരം വരെ വ്യാപിച്ചിരിക്കുന്ന ഈ സമതലത്തിൻ്റെ കിഴക്കൻ അതിര് യമുന നദിയാണ്. അപ്പോൾ ഏത് മുതലാണ് ഇത് തുടങ്ങുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ രാജസ്ഥാൻ കഴിഞ്ഞ് പിന്നെ യമുന നദീതീരം വരെയാണ് പഞ്ചാബ് ഹരിയാന സമതലം കിടക്കുന്നത്. യമുന നദീതീരം വരെ വ്യാപിച്ചിരിക്കുന്ന സമതലമാണ് പഞ്ചാബ് ഹരിയാന സമതലം. ഇന്ത്യയിൽ പഞ്ചാബ്, ഹരിയാന, ഹിമാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചിരിക്കുന്ന ഈ സമതലത്തിൻ്റെ വ്യാപ്തി ഏകദേശം 1.75 ലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ്. പടിഞ്ഞാറോട്ട് നേരിയ ചരിവുള്ള ഈ സമതലത്തിൻ്റെ പ്രധാന ഭാഗമായ പഞ്ചാബ് സമതലം മുഖ്യമായും സത്ലജ്, ചെലം, ചിനാബ്, രവി, ബിയാസ് എന്നീ നദികൾ വഹിച്ചു കൊണ്ടുവരുന്ന അവസാദങ്ങൾ നിക്ഷേപിക്കപ്പെട്ട് രൂപം കൊണ്ടതാണ്. അപ്പോൾ ഏതൊക്കെയാണ് നദികൾ പറഞ്ഞിരിക്കുന്നത്? സത്ലജ്, ചെലം, ചിനാബ്, രവി, ബിയാസ് നദികൾ. പഞ്ചാബ് 5 നദികളുടെ നാട് എന്നും അറിയപ്പെടുന്നു. അതുകൊണ്ടാണ് അതിന് പഞ്ചാബ് എന്ന് പറയുന്നത്, 5 നദികളുടെ നാട്. പഞ്ചാബ് ഹരിയാന സമതലത്തെ 5 പ്രധാന ദ്വീപുകളായി തരംതിരിച്ചിരിക്കുന്നു. അപ്പോൾ എന്താണ് ദ്വീപുകൾ എന്ന് നമ്മൾ അറിയണം. ദ്വീപുകൾ എന്ന് പറയുന്നത് 2 നദികൾക്കിടയിലുള്ള കരഭാഗമാണ് ദ്വീപുകൾ. അത് ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓപ്ഷൻ കണ്ടാൽ ചിലപ്പം കൺഫ്യൂസ്ഡ് ആവും. അതുകൊണ്ട് പഠിച്ചു വെക്കട്ടോ. 2 നദികൾക്കിടയിലുള്ള 2 നദികൾ ഇവിടെ ഇലയിലേയും പോകുന്നുണ്ടെങ്കിൽ അതിലിടയിലുള്ള കരഭാഗത്തെയാണ് എന്ത് പറയുക? ദ്വീപുകൾ എന്ന് പറയുന്നത് കേട്ടോ. ഇനി നമുക്ക് ആ ദ്വീപുകളുടെ പേര് പഠിക്കാനുണ്ട്. ഈ പേര് കേൾക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ അയ്യോ ഇതെന്ത് വലിയ പേരാണ് അങ്ങനെയൊക്കെ വിചാരിക്കും. പക്ഷേ ഇത് എളുപ്പമാണ് പഠിക്കാൻ. അത് ജസ്റ്റ് നിങ്ങൾക്ക് വായിക്കുമ്പോൾ മനസ്സിലാവും. ആദ്യത്തേത് ബിസ്ത് ജലന്ധർ ദ്വീപ്. ബിസ്ത് ജലന്ധർ ദ്വീപ് അത് ഏത് നദികൾക്കിടയിലുള്ള ദ്വീപാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ പേര് പോലെ തന്നെ ഉണ്ട്. ഏത്? ബിസ്തിൻ്റെ ബിയാസ്. അതുപോലെ തന്നെ സ്ത് എന്നുള്ളതിൻ്റെ സ്ത് എന്താണ്? സത്ലജ്. അങ്ങനെ ബിയാസ്, സത്ലജ് നദികൾക്കിടയിലെ ദ്വീപാണ് ബിസ്ത് ജലന്ധർ ദ്വീപ്. ഇനി ബാരി എന്ന് പറയുന്നു. ബാരി എന്ന് പറയുമ്പോൾ ഈ ബാ ഏതാണ്? ബിയാസ്. രണ്ടാമത്തെ രവി. അങ്ങനെ 2 നദികൾ ഏതൊക്കെയാണ്? ബാരി എന്ന് പറയുമ്പോൾ ബിയാസ്, രവി. ഈ നദികൾക്കിടയിലുള്ള ദ്വീപാണ് ബാരി ദ്വീപ്. രശ്ന ദ്വീപ്. ഇതിലെ രാ ഏതാണ്? രവി. അതുപോലെ തന്നെ ച ഏതാണ്? ചിനാബ്. രവി, ചിനാബ് എന്നീ നദികൾക്കിടയിൽ വ്യാപിച്ചെടുക്കുന്നതാണ് രശ്ന ദ്വീപ്. ചാജ് ദ്വീപ്. ച ചിനാബ്, ജ ജലം. അതാണെന്ത്? ചാജ് ദ്വീപ്. ചിനാബ്, ജലം നദികൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്നു. ഇനി സിന്ധ് സാഗർ അങ്ങനെ പെട്ടെന്ന് കിട്ടൂല, അത് പ്രത്യേകം പഠിക്കുക. സിന്ധ് സാഗർ എന്ന് പറയുമ്പോൾ ജലം, ചിനാബ് നദികൾക്കിടയിൽ. ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു നോക്കൂ. ബിസ്ത് ജലന്ധർ ദ്വീപ് പറയുമ്പോൾ ബിയാസ്, സത്ലജ്. ബാരി ദ്വീപ് പറയുമ്പോൾ ബിയാസ്, രവി. രശ്ന ദ്വീപ് രവി, ചിനാബ്. ചാജ് ദ്വീപ് ചിനാബ്, ജലം. ഇനി സിന്ധ് സാഗറാണ് നമ്മൾ എക്സ്ട്രാ പഠിക്കേണ്ടത്. ജലം, ചിനാബ് നദികൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപ്. അടുത്ത് നമ്മൾ 3ാമത്തെ സമതലമായിട്ടുള്ള ഗംഗാ സമതലത്തെക്കുറിച്ച് പറയുകയാണ്. പഞ്ചാബ് ഹരിയാന സമതലത്തിൻ്റെ കിഴക്കായി സ്ഥിതി ചെയ്യുന്ന സമതല വിഭാഗമാണ് ഗംഗാ സമതലം. പഞ്ചാബ് ഹരിയാന സമതലത്തിൻ്റെ കിഴക്കായി സ്ഥിതി ചെയ്യുന്നു. കിഴക്ക് ബംഗ്ലാദേശ് മുതൽ പടിഞ്ഞാറ് യമുന നദി വരെ ഗംഗാ സമതലം വ്യാപിച്ചു കിടക്കുന്നു. ഏത് മുതലാണ്? കിഴക്ക് ബംഗ്ലാദേശ് മുതൽ പടിഞ്ഞാറ് യമുന നദി വരെ ഗംഗാ സമതലം വ്യാപിച്ചു കിടക്കുന്നു. ഏകദേശം 3.75 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഈ സമതലം ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ഹരിയാന, ഡൽഹി എന്നീ സംസ്ഥാനങ്ങളെയും ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളുടെ ചില ഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്നു.
നേരത്തെ നമ്മുടെ പഞ്ചാബ് ഹരിയാന സമതലം യമുന നദി വരെയായിരുന്നു ഉണ്ടായിരുന്നത്. ബാക്കി അങ്ങോട്ട് യമുന നദി മുതൽ ഗംഗാ സമതലം വരെ വ്യാപിച്ചു കിടക്കുന്നതാണ് എന്ത് ഈ പറയുന്ന നമ്മുടെ ഗംഗാ സമതലം. ഇനി ഗംഗാ നദിയുടെയും ഗംഗയുടെ പോഷക നദികളും ചേർന്നുള്ള നിക്ഷേപണ പ്രക്രിയയോടെയാണ് അതിവിശാലമായ ഈ സമതലം രൂപപ്പെട്ടത്. സമുദ്രനിരപ്പിൽ നിന്നും ശരാശരി 200 മീറ്റർ ഉയരമുള്ള ഗംഗാ സമതലത്തിൻ്റെ പൊതുവായ ചരിവ് കിഴക്കോട്ടും തെക്ക് കിഴക്കോട്ടുമായാണ്. ഇതാ ഇങ്ങനെ ആണ് പോകുന്നത്, പോകുന്നത് ഇങ്ങനെ താഴോട്ടുള്ള രീതിയിൽ. ഗംഗാ സമതലത്തിൻ്റെ ഉപവിഭാഗങ്ങൾ അതിലേതൊക്കെയുണ്ട്? കീഴ് ഗംഗാ സമതലമുണ്ട്, മധ്യ ഗംഗാ സമതലമുണ്ട്, ഉപരി ഗംഗാ സമതലമുണ്ട്. ഇതാ ഈ ഒരു പിക്ചറിൻ്റെ അകത്തുണ്ട് കീഴ് ഗംഗാ സമതലം, മധ്യ ഗംഗാ സമതലം, ഉപരി ഗംഗാ സമതലം. ഗംഗാ സമതലത്തിനെ അങ്ങനെ 3ആയിട്ട് തരംതിരിച്ചിരിക്കുകയാണ്. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ബ്രഹ്മപുത്ര സമതലം. ലാസ്റ്റ് പാർട്ടാണ് അല്ലേ, അതായത് നമ്മുടെ സമതലത്തിനെ തിരിച്ചിട്ടുള്ളതിൽ ലാസ്റ്റ് പാർട്ട്. ഉത്തരേന്ത്യൻ സമതലത്തിൻ്റെ ഏറ്റവും കിഴക്ക് ഭാഗമായ ബ്രഹ്മപുത്ര സമതലം, ബ്രഹ്മപുത്ര താഴ്വര, അസം താഴ്വര, അസം സമതലം എന്നിങ്ങനെ വ്യത്യസ്ത പേരുകളിൽ അറിയപ്പെടുന്നു. അപ്പോൾ അസം താഴ്വര ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിലും, ബ്രഹ്മപുത്ര താഴ്വര ഏതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിലും, അസം സമതലം ഏതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിലും ഒക്കെ ആൻസർ എന്താണ്? ബ്രഹ്മപുത്ര സമതലം തന്നെയാണ്. അസാമിൻ്റെ കിഴക്കേ അറ്റം മുതൽ ബംഗ്ലാദേശ് അതിർത്തിക്കടുത്തുള്ള ദുബ്രിയുടെ പടിഞ്ഞാറ് വരെ വ്യാപിച്ചു കിടക്കുന്ന ഈ സമതലത്തിന് ഏകദേശം 720 കിലോമീറ്റർ നീളവും ശരാശരി 60 മുതൽ 70 കിലോമീറ്റർ വരെ വീതിയുമുണ്ട്. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? അസമിൻ്റെ കിഴക്കേ അറ്റം മുതൽ ബംഗ്ലാദേശ് അതിർത്തിക്കടുത്തുള്ള ദുബ്രിയുടെ പടിഞ്ഞാറ് വരെ വ്യാപിച്ചു കിടക്കുന്ന ഈ സമതലത്തിൻ്റെ ശരാശരി നീളം എത്രയാണ്? 720 കിലോമീറ്ററും അതുപോലെ വീതി 60 മുതൽ 70 കിലോമീറ്ററും. ബ്രഹ്മപുത്ര സമതലത്തിൻ്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും സ്ഥിതി ചെയ്യുന്നത് അസമിലാണ്. ഇമ്പോർട്ടൻ്റ് ഓർത്ത് വെക്കുക, അത് സ്റ്റേറ്റ്മെൻറ്റ് വരും. ബ്രഹ്മപുത്ര സമതലത്തിൻ്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും സ്ഥിതി ചെയ്യുന്നത് ആസാമിലാണ്. പൊതുവെ ഉത്തരേന്ത്യൻ സമതലത്തിൻ്റെ കിഴക്കോട്ടുള്ള തുടർച്ചയായിട്ടാണ് ബ്രഹ്മപുത്ര സമതലത്തെ കണക്കാക്കുന്നതെങ്കിലും ഭൂമിശാസ്ത്രപരമായി ബ്രഹ്മപുത്ര സമതലം വേറിട്ട് നിൽക്കുന്നു. ജസ്റ്റ് എല്ലാത്തിനും ഈ പറയുന്ന ഈ 4 സമതലങ്ങൾക്ക് ഒരു കണക്ഷൻ ഉണ്ടെങ്കിലും ഭൂമിശാസ്ത്രപരമായിട്ട് ഓരോന്നും വേറിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. വടക്ക് കിഴക്കൻ ഹിമാലയവും കിഴക്ക് പത്കായ് നാഗകുന്നുകളും തെക്ക് ഗാരോ ഖാസി ജയന്തി കുന്നുകളും ബിക്കിർ കുന്നുകളും ചേർന്ന് ഈ സമതല ഭാഗത്തെ വേർതിരിച്ച് നിർത്തുന്നു. ബ്രഹ്മപുത്ര സമതലത്തിൻ്റെ പടിഞ്ഞാറായി കീഴ്ഗംഗാ സമതലം സ്ഥിതി ചെയ്യുന്നു. ഏകദേശം 56,275 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഈ സമതലം ബ്രഹ്മപുത്ര നദിയുടെയും അതിൻ്റെ പോഷക നദികളുടെയും നിക്ഷേപണ പ്രക്രിയയിലൂടെയാണ് രൂപപ്പെട്ടത്. ടീസ്ത, മാനസ്, ലോഹിത്, ദിബാങ് എന്നിവയാണ് ബ്രഹ്മപുത്രയുടെ പ്രധാന പോഷക നദികൾ. അത് അറിയാമെന്ന് വിചാരിക്കുന്നു, ഇല്ലെങ്കിൽ ജസ്റ്റ് ഓർത്ത് വെക്കണം. ഏതൊക്കെയാണ്? ടീസ്ത, മാനസ്, ലോഹിത്, ദിബാങ് എന്നിവയാണ് ബ്രഹ്മപുത്രയുടെ പ്രധാന പോഷക നദികൾ. ഇതിൽ ടീസ്തയാണ് കേട്ടോ ഏറ്റവും വേഗത്തിൽ ഒഴുകുന്ന നദി. ടീസ്തയാണ് ഏറ്റവും വേഗത്തിൽ ഒഴുകുന്ന നദി. ഇതൊക്കെ ഏതിൻ്റെ പോഷക നദികളാണ്? നമ്മുടെ ബ്രഹ്മപുത്രയുടെ പോഷക നദികളാണ്. ഈ സമതലം എക്കൽ വിഷറികളാൽ സമ്പന്നമാണ്. എന്താണ് എക്കൽ വിഷറികൾ എന്ന് നോക്കാം. ചിത്രം 2.7 നിരീക്ഷിക്കൂ. ഇതാണ് 2.7. നദികൾ സമതലത്തിൽ പ്രവേശിക്കുമ്പോൾ ഒഴുക്ക് പെട്ടെന്ന് കുറയുകയും ആയതിനാൽ അവ വഹിച്ചു കൊണ്ടുവരുന്ന അവസാദങ്ങൾ, അതായത് എക്കൽ, ഒരു വിഷറിയുടെ രൂപത്തിൽ നിക്ഷേപിക്കപ്പെടുകയും ചെയ്യുന്നു. ഇതിനെയാണ് എക്കൽ വിഷറികൾ എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് ഇപ്പോൾ ഒരു നദി ഉത്ഭവിക്കുകയാണെങ്കിൽ നദികൾ ഉത്ഭവിക്കുന്നു, അതിൻ്റെ ഒഴുക്ക് പെട്ടെന്ന് നഷ്ടപ്പെട്ട് അത് പിന്നെ ഇങ്ങനെ ഇങ്ങനെ ഒഴുകൂലേ, വളഞ്ഞെന്ന് പറയുന്നില്ല, ഇങ്ങനെ അവിടേക്ക് ഇവിടേക്കായിട്ട് ഇങ്ങനെ ഒഴുകുന്നു. ഇതിനെയാണ് എന്ത് പറയുന്നത്? എക്കൽ വിഷറികൾ എന്ന് പറയുന്നത്. സമതല പ്രദേശങ്ങളിലൂടെ തുടർന്നൊഴുകുന്ന നദികൾ പല ചാലുകളായി പിരിയുന്നു. ഒഴുക്ക് തീരെ കുറയുമ്പോൾ വളഞ്ഞു പുളഞ്ഞ് ഒഴുകുകയും പിന്നീട് അവ ഓക്സ്ബോ തടാകങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. നൽകിയിട്ടുള്ള ചിത്രം നിരീക്ഷിച്ച് ഓക്സ്ബോ തടാകങ്ങളുടെ രൂപീകരണം മനസ്സിലാക്കാൻ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ എന്താണ്, നമ്മൾ ഈ ഓരോ ഘട്ടങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ, നദീൻ്റെ ഓരോ ഘട്ടങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലും ഏറ്റവും ഉപരിഘട്ടത്തിൽ എന്താണ്, ഈ പറയുന്ന പോലെ വളഞ്ഞൊന്നും പൊളഞ്ഞ് ഒഴുകാൻ പറ്റില്ല, കാരണം അത് അത്രയും ശക്തിയിലാണ് താഴോട്ടേക്ക് വരുന്നത്. പിന്നെ ഓരോ ഘട്ടം എത്തുമ്പോൾ ഓക്സ്ബോ ഘട്ടമൊക്കെ രൂപം കൊള്ളുന്നത് രണ്ടാമത്തെ
ഘട്ടത്തിലാണ് ഓക്സ്ബോ തടാകങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത്. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നദികൾ ഇങ്ങനെ ഈ പറയുന്ന മാതിരി വളഞ്ഞു പുളഞ്ഞ് ഒഴുകാൻ തുടങ്ങും. അങ്ങനെയാണ് ഓക്സ്ബോ തടാകങ്ങൾ രൂപം കൊള്ളുന്നത്. നദി താരതമ്യേന ചരിവ് കുറഞ്ഞതോ നേരിയ ചരിവുള്ളതോ ആയ പ്രദേശങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവസാദ നിക്ഷേപങ്ങൾ നദിയുടെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്നു. അതിൻ്റെ ഫലമായി നദി വളഞ്ഞൊഴുകി അവ വലയങ്ങൾ സൃഷ്ടിക്കുന്നു. തുടർച്ചയായ അപരതന നിക്ഷേപണ പ്രക്രിയ മൂലം ഇത്തരം വലയങ്ങൾ കൂടുതൽ വളയുന്നു. പിന്നീട് ഒഴുക്ക് കൂടുമ്പോൾ നദി നേർഗതി സ്വീകരിക്കുകയും നിക്ഷേപണം മൂലം വളഞ്ഞൊഴുകിയ ഭാഗം നദിയുടെ പ്രധാന ഭാഗത്തും വേർപെട്ട് ഒറ്റപ്പെട്ട തടാകമായി മാറുകയും ചെയ്യുന്നു. ഇത്തരം തടാകങ്ങളാണ് ഓക്സ്ബോ തടാകങ്ങൾ. ഒന്നുമില്ല ഇതിൽ മനസ്സിലാക്കുക. അതായത് നദികൾ ഇങ്ങനെ ഓരോ താഴോട്ട് വരുന്നതിനനുസരിച്ച് ഇങ്ങനെ വളഞ്ഞ് ഒഴുകാൻ തുടങ്ങും. അങ്ങനെ ഒഴുകി പിന്നെ അതെന്താവും, അതിൻ്റെ ഒഴുക്ക് പിന്നെയും കുറയുന്നതിനനുസരിച്ച് ഇതിങ്ങനെ ഒറ്റപ്പെട്ട ഒരു തടാകമായിട്ട് ഇവിടെ ഇങ്ങനെ ജോയിൻ ചെയ്ത് ഇങ്ങനെ മാറും. ഇത്തരം തടാകങ്ങളെയാണ് ഓക്സ്ബോ തടാകങ്ങൾ എന്നും പറയുന്നത്. ഇവിടെ മിയാൻഡറിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്, ഓക്സ്ബോ തടാകങ്ങളുടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. നദികൾ ഇങ്ങനെ വളഞ്ഞു ഒഴുകുന്നതിനെ നദീ മിയാൻഡറിങ് അല്ലെങ്കിൽ നദീ വലയങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. ഒരു നദീ മിയാൻഡറിങ് ആണ് ചിത്രത്തിൽ നൽകിയിട്ടുള്ളത്. 2.9 നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പ്രകൃതി സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഉത്തരേന്ത്യൻ സമതലത്തെ വടക്കു നിന്നും തെക്കോട്ട് 3 പ്രധാന മേഖലകളായി തിരിക്കാം. അതാണ് ഇതൊക്കെ ബാബർ, ടെറായ്, എക്കൽ സമതലങ്ങൾ. ഇനി ഇവ ഓരോന്നും നമ്മൾ പരിശോധിക്കാം. സിവാലിക് പർവ്വതനിരയ്ക്ക് സമാന്തരമായി അതിൻ്റെ തെക്ക് ഭാഗത്ത് കാണുന്ന ഭാഗമാണ് ബാബർ. നമുക്ക് എങ്ങനെയുണ്ട് പർവ്വതങ്ങൾ? ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്, ഇങ്ങനെ 3 ഘട്ടമായിട്ട് നമുക്ക് ഹിമാലയ പർവ്വതമുണ്ട്. അതിൽ ഈ പറയുന്ന സിവാലിക്കിന് സമാന്തരമായിട്ട് അതിൻ്റെ തെക്ക് ഭാഗത്ത് കാണുന്ന ഭാഗമാണ് എന്ത്? ബാബർ എന്ന് പറയുന്നത്. തെക്ക് ഭാഗത്തുള്ളതാണ് ബാബർ. സിവാലിക് മലയടിവാരത്തിന് സമാന്തരമായി ചരിവ് അവസാനിക്കുന്നിടത്തു നിന്നും ഏകദേശം 8 കിലോമീറ്റർ മുതൽ 10 കിലോമീറ്റർ വിസ്തൃതിയുള്ള ഇടുങ്ങിയ ഭൂഭാഗമാണിത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. 8 കിലോമീറ്റർ മുതൽ 10 കിലോമീറ്റർ വരെയാണ് ഏതിൻ്റെ വിസ്തൃതി? നമ്മുടെ ബാബറിൻ്റെ വിസ്തൃതി. പർവ്വത ഭാഗത്തു നിന്നും വരുന്ന നദികൾ കൊണ്ടുവരുന്ന ഉരുളൻ കല്ലുകളും പാറകളും നിക്ഷേപിക്കപ്പെട്ടാണ് ഈ സമതല ഭാഗം രൂപം കൊണ്ടിട്ടുള്ളത്. അപ്പോൾ നദികൾ വഹിച്ചുകൊണ്ട് വരുന്ന ഉരുളൻ കല്ലുകളൊക്കെ ആദ്യം വന്ന് ഈ ഒരു ഭാഗത്ത് അടിയും. ഇതിനെയാണ് എന്ത് പറയുന്നത്? ബാബർ സമതലം എന്ന് പറയുന്നത്. ഇത് 8 കിലോമീറ്റർ മുതൽ 10 കിലോമീറ്റർ വരെയാണ് ഇതിൻ്റെ വിസ്തൃതി. ഇങ്ങനെ നമ്മൾ പറഞ്ഞില്ലേ ഉരുളൻ കല്ലുകളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ്, ഈ ഭാഗങ്ങളിൽ നദികൾ ദൃശ്യമാകൂല. അവിടെ മൊത്തം കല്ലുകൾ ഇങ്ങനെ മുകളിലായിട്ട് കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് കാണാൻ പറ്റില്ല? നദികൾ കാണാൻ പറ്റില്ല. ഒന്നുകൂടെ നമ്മൾ റിവൈൻഡ് ചെയ്ത് പറയുകയാണെങ്കിൽ 8 മുതൽ 10 കിലോമീറ്റർ വരെ വിസ്തൃതിയുള്ള ഇടുങ്ങിയ ഭാഗമാണ് എന്ത്? ബാബർ എന്ന് പറയുന്നത്. ഈ ബാബർ സിവാലിക്കിന് തൊട്ട് തെക്കായിട്ടാണ് കാണപ്പെടുന്നത്. നദികൾ വഹിച്ചു കൊണ്ടുവരുന്ന ഉരുളൻ കല്ലുകളൊക്കെ നിക്ഷേപിക്കപ്പെട്ടിട്ട് ഉണ്ടായ ഒരു ഭൂവിഭാഗമാണ് ബാബർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്ത് എന്ത് കാണപ്പെടില്ല? നദികൾ നമുക്ക് കാണാൻ പറ്റില്ല, കണ്ണുകൊണ്ട് ദൃശ്യമായിട്ട് കാണാൻ പറ്റില്ല. ഇനി പ്രളയ സമതലം എന്താണെന്നാണ് കൊടുത്തേക്കുന്നത്. പ്രളയ സമയത്ത് നദികൾ കരകവിഞ്ഞ് ഒഴുകുമ്പോൾ അവ ഒഴുക്കിക്കൊണ്ടുവരുന്ന എക്കൽ ഇരുകരകളിലും നിക്ഷേപിക്കപ്പെട്ട് സമതലങ്ങൾ രൂപം കൊള്ളുന്നു. ഇങ്ങനെ പ്രളയ സമയത്ത് എക്കൽ നിക്ഷേപിച്ച് രൂപപ്പെടുന്ന സമതലങ്ങൾ ആയതിനാൽ ഇവയെ പ്രളയ സമതലങ്ങൾ എന്ന് വിളിക്കുന്നു. കൃഷിക്ക് ഏറെ അനുയോജ്യമായ ഇത്തരം പ്രളയ സമതലങ്ങളിലാണ് ലോകപ്രശസ്തമായ പല നദീതട സംസ്കാരങ്ങളും ഉടലെടുത്തത്. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, നമ്മുടെ ഹാരപ്പൻ സമതലം, സിന്ധു ബ്രഹ്മപുത്ര സമതലം, ഞാൻ എന്താ പറയുന്നത്, ഹാരപ്പൻ സംസ്കാരം എന്നാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. സമതലം എന്നൊക്കെ ആയി പോകുന്നുണ്ട്, സോറി. ഹാരപ്പൻ സംസ്കാരം, അതുപോലെ സിന്ധു ബ്രഹ്മപുത്ര സംസ്കാരം, അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ ചെറിയ ക്ലാസ്സുകളിലൊക്കെ. നമ്മൾ പറഞ്ഞ ബാബർ മേഖലയാണ് കേട്ടോ. ഇതാ ഇവിടെ കല്ലുകളൊക്കെ വന്ന് അടിഞ്ഞതുകൊണ്ട് എന്ത് കാണപ്പെടുന്നില്ല? ഇതിലൂടെ ശരിക്കും ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നദികൾ പോകുന്നുണ്ട്, അത് നമുക്ക് കാണാൻ പറ്റില്ല. ഇനി ബാബർ മേഖലയ്ക്ക് സമാന്തരമായി ഏകദേശം 10 കിലോമീറ്റർ മുതൽ 20 കിലോമീറ്റർ വരെ വീതിയിൽ കാണപ്പെടുന്ന വെള്ളക്കെട്ടുള്ള ചതുപ്പ് നിലങ്ങളാണ് ടെറായ്. ആദ്യം ബാബർ, വെള്ളം വന്ന് വീഴുന്നതിൻ്റെ ആദ്യം ബാബർ, രണ്ടാമത്തേതാണ് ടെറായ്. ടെറായിൻ്റെ ഒരു
വീതി എന്ന് പറയുന്നത് 10 മുതൽ 20 കിലോമീറ്റർ വരെയാണ്. ബാബർ മേഖലയിൽ അപ്രത്യക്ഷമാകുന്ന, ഞാൻ ബാബർ എന്നാണോ ഇപ്പോൾ പറഞ്ഞത്, ടെറായിനെയാണ് കേട്ടോ നമ്മളിപ്പോൾ അടുത്ത് പഠിക്കാൻ പോകുന്നത്. ബാബർ മേഖലയ്ക്ക് സമാന്തരമായി ഏകദേശം 10 കിലോമീറ്റർ മുതൽ 20 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്ന വെള്ളക്കെട്ടുള്ള ചതുപ്പ് നിലങ്ങളാണ് ടെറായി. ബാബർ മേഖലയിൽ അപ്രത്യക്ഷമാകുന്ന നദികൾ ഇവിടെ പുനർജനിക്കുന്നു. ചിത്രം 2-3 ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. 2-3 ഇതാ നമ്മുടെ മുകളിൽ കാണിച്ചിരിക്കുന്ന ചിത്രമായിരിക്കും. ഇതാ ഈ 2-1-3 ഇതാണ് ഈ ടെറായി മേഖല. ടെറായി മേഖലയിൽ സമ്പുഷ്ടമായ സ്വാഭാവിക സസ്യജാലങ്ങളും ധാരാളം ജീവിവർഗ്ഗങ്ങളുമുണ്ട്. ഇതൊന്നും നമുക്ക് ഇവിടെ കാണാൻ പറ്റില്ല, ബാബറിൽ കാണാൻ പറ്റില്ല. കാരണം അവിടെ എന്താണ്, ഉരുളൻ കല്ലുകളൊക്കെയാണ് ഉള്ളത്. ഇനി ഈ ടെറായി മേഖലയിൽ തന്നെ 2 ഭാഗങ്ങളുണ്ട്. അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ടെറായി മേഖലയ്ക്ക് തെക്കായി പുതിയതും പഴയതുമായ എക്കൽ നിക്ഷേപങ്ങളായി രൂപപ്പെട്ട സമതല ഭാഗമാണ് എക്കൽ സമതലങ്ങൾ. അതിൽ തന്നെ പഴയ എക്കൽ നിക്ഷേപങ്ങളെ ഭംഗം വെച്ച് പോയി എന്ന് പറയുമ്പോൾ നമ്മളെന്താണ്, പഴയതായി പോയി എന്നല്ലേ പറയുക, ഭംഗം വന്നു എന്നൊക്കെ പറയുമ്പോൾ. അതുപോലെ തന്നെ പഴയ എക്കൽ നിക്ഷേപങ്ങളെ ബങ്കർ എന്നും പുതിയ എക്കൽ നിക്ഷേപങ്ങളെ ഖാദർ എന്നും അറിയപ്പെടുന്നു. നിക്ഷേപണ ഭൂരൂപങ്ങളായ നദീജന്യ ദ്വീപുകൾ, മണൽ വരമ്പുകൾ, ഡെൽറ്റകൾ എന്നിവ ഈ മേഖലയുടെ സവിശേഷതയാണ്. ഏത് മേഖല? നമ്മുടെ ടെറായി മേഖലയുടെ. പിണഞ്ഞൊഴുകുന്ന അരുവികൾ, വലയങ്ങൾ, ഓക്സ്ബോ തടാകങ്ങൾ എന്നിവയും ഇവിടുത്തെ സവിശേഷതകളാണ്. ഉത്തരേന്ത്യൻ സമതലത്തിൻ്റെ വശക്കാഴ്ച സൂചിപ്പിക്കുന്ന ഡയഗ്രമാണ് 2-1-4 കൊടുത്തേക്കുന്നത്. നിരീക്ഷിക്കാനാണ് പറഞ്ഞേക്കുന്നത്. 2-1-4 ഇതാ ഈ ഒരു ഭാഗം. ഇതിലെന്താണ്, നമ്മൾ ഈ പഠിച്ച കാര്യങ്ങൾ തന്നെ. ഹിമാലയം, അവിടെ നിന്ന് അതിന് തൊട്ട് താഴെ, ഹിമാലയത്തിൻ്റെ സിവാലിക്കിന് തൊട്ട് താഴെയായിട്ട് ബാബർ കാണപ്പെടുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ ടെറായി ഉണ്ട്. പിന്നെ നദികളിങ്ങനെ പിന്നെയും വളഞ്ഞു പുളഞ്ഞൊഴുകി പോകുന്നതൊക്കെ നമുക്ക് കാണാം. സമതലങ്ങൾ നദിയുടെ ഒഴുക്കും ആഴവും താരതമ്യേന കുറവാണ്. ആയതിനാൽ അവ ഒഴുക്കിക്കൊണ്ടുവരുന്ന അവസാദങ്ങൾ നദീചാലുകളിൽ ദ്വീപുകളായും വശങ്ങളിൽ തിട്ടകളായും നിക്ഷേപിക്കപ്പെടുന്നു. പൊടിമണൽ, മണൽ, ചരൽ എന്നിവ ഉൾപ്പെടുന്ന അവസാദങ്ങൾ നദീതടത്തിൽ നിക്ഷേപിക്കപ്പെട്ട് രൂപപ്പെടുന്ന രേഖീയ ഭൂരൂപങ്ങളാണ് മണൽ വരമ്പുകൾ. ഇനി എന്താണ് ഡെൽറ്റ എന്ന് നോക്കാം. സമതലങ്ങളിലൂടെ ഒഴുകി നദീമുഖങ്ങളോട് അടുക്കുമ്പോൾ നദി വളരെ സാവധാനം ഒഴുകുന്നു. നദികൾ വഹിച്ചു കൊണ്ടുവരുന്ന അവസാദത്തിൻ്റെ അളവ് കൂടുതലായതിനാലും നദീജലം കൂടുതലായതിനാലും മിക്ക നദികളും ആ പ്രദേശത്ത് കൈവഴികളായി പിരിഞ്ഞൊഴുകുന്നു. അപ്പോൾ നദികൾ ഒഴുക്കിക്കൊണ്ടുവരുന്ന അവസാദങ്ങൾ ഈ കൈവഴികൾക്കിടയിൽ നിക്ഷേപിക്കപ്പെട്ട് ഏതാണ്ട് ത്രികോണാകൃതിയിലുള്ള ഭൂരൂപങ്ങൾ രൂപം കൊള്ളുന്നു. ഇവയാണ് ഡെൽറ്റകൾ. ഗ്രീക്ക് അക്ഷരമാലയിലെ ഡെൽറ്റ എന്ന അക്ഷരത്തിൻ്റെ ആകൃതിയോട് സാമ്യമുള്ളത് കൊണ്ടാണ് ഇവയ്ക്ക് ആ പേര് ലഭിച്ചത്. ഉത്തരേന്ത്യൻ സമതലങ്ങളുടെ ഭൂപ്രകൃതി സവിശേഷതകളെക്കുറിച്ച് മനസ്സിലാക്കിയല്ലോ. നൈസർഗിക സസ്യജന്തുജാലങ്ങൾ, മണ്ണ്, കൃഷി വൈവിധ്യം, ജനജീവിതം എന്നിവ രൂപപ്പെടുത്തുന്നതിൽ ഒരു പ്രദേശത്തിൻ്റെ ഭൂപ്രകൃതി സവിശേഷതകൾ പോലെ തന്നെ നിർണായകമാണ് ആ പ്രദേശത്ത് അനുഭവപ്പെടുന്ന കാലാവസ്ഥയും. ഈ ഉത്തരേന്ത്യൻ മഹാസമതലത്തിലെ കാലാവസ്ഥയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്.